പണ്ട് കാലത്തെ റൊമാൻറ്റിക് മലയാളം ഫിലിംസിലുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ ക്ലൈമാക്സ് ഉണ്ട്. ഈ ഒരു സെയിം ക്ലൈമാക്സ് ഞാൻ പിന്നീട് വന്നിട്ടുള്ള മലയാളം റൊമാൻറ്റിക് ഫിലിംസിൽ കണ്ടിട്ടില്ല. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരുപാട് ഫിലിംസിൽ ഈ ഒരു സെയിം ഏകദേശം ഒരുപോലുള്ള ക്ലൈമാക്സുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നായികയും പ്രേമിക്കും. നായികൻ്റെ വീട്ടുകാർക്ക് എതിർപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ നായികക്ക് വേണ്ടിയിട്ട് അവർ വേറെ കല്യാണം ആലോചിക്കുകയും അങ്ങനെ അവരുടെ നായികൻ്റെയും പിന്നെ വീട്ടുകാർ തന്നെ കണ്ടെത്തിയ ആ ചെക്കൻ്റെയും കല്യാണം മണ്ഡപത്തിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് എവിടെയെങ്കിലും വെച്ച് നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് നായകൻ അവിടേക്ക് വന്ന് ഈ ഒരു കല്യാണം കൊളാക്കി നായികനും തമ്മിൽ ഒന്നിക്കുന്നതാണ്. ഈ ഒന്നിക്കുന്നതോട് കൂടിയിട്ട് ഈ നായകൻ്റെ വീട്ടുകാർ ഒന്നായി അവർ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവർ ഒന്നിച്ച് ജീവിക്കുകയാണ്. അവിടെ ക്ലൈമാക്സ് ആണ് ഫിലിം കഴിഞ്ഞ്. പണ്ട് കാലത്ത് ഞാൻ ആ നിറം എന്ന് പറഞ്ഞ ഫിലിമൊക്കെ കണ്ട സമയത്ത് എനിക്ക് ആ ടൈമിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് വലുതായ സമയത്ത് കണ്ട സമയത്ത് എനിക്ക് ആ ഒരു പ്രശ്നം തോന്നി. അതായത് ചെക്കൻ്റെ മറ്റേ കല്യാണം കഴിക്കാൻ വന്ന ചെക്കൻ്റെ ഭാഗത്ത് ചിന്തിക്കാൻ സമയത്ത് മോശമായല്ലോ എന്നുള്ള രീതി എനിക്ക് ചിന്തിക്കാൻ പറ്റി. പക്ഷേ ഞാൻ പിന്നീട് ആ കുറഞ്ഞ കാലത്ത് ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് വന്ന മലയാളം ഫിലിംസിലും ഞാൻ ഇത് കണ്ടില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് പിന്നെ കണ്ടിട്ടുള്ള ഒരു മലയാളം ഫിലിമാണ് ഓ മേരി ലൈല എന്ന് പറയുന്ന ആൻ്റണി വർഗീസിൻ്റെ ഫിലിം. ഈ ഒരു ഫിലിം തുടക്കം മുതൽ അവസാനം വരെ ഓൾമോസ്റ്റ് ചളിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബോറടിച്ച് പടം. പക്ഷേ ക്ലൈമാക്സിൽ എത്തുന്ന സമയത്ത് ഈ സെയിം സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട്. ആ സെയിം സിറ്റുവേഷൻ പക്ഷേ അവിടെ വരുമ്പോൾ അവിടെ ആ കല്യാണം കഴിക്കാൻ വന്ന ചെക്കനെ കളിക്കുന്നൊരു കളി, അത് അവൻ അവിടെ കൗണ്ടർ അടിക്കുന്നത്, അത് ഈ ക്ലീശയെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതെനിക്ക് നല്ല രീതിയിലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലൈമാക്സൊക്കെ ഏതെങ്കിലും വെറൈറ്റി അരോചക കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.